നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉത്സവ സീസൺ മുന്നിൽ കണ്ട് ഏലയ്ക്ക സംഭരണത്തിന് ഉത്തരേന്ത്യൻ ഇടപാടുകാർ ഉത്സാഹിച്ചപ്പോൾ വിദേശ ഓർഡറുകൾ ലഭിച്ച കയറ്റുമതിക്കാരും ലേലത്തിൽ സജീവമായിരുന്നു. പിന്നിട്ട 2 മാസങ്ങളിലെ ഉയർന്ന പകൽ താപനിലയിൽ ഒട്ടുമിക്ക തോട്ടങ്ങളിലും നേരിട്ട തളർച്ച ഏലം ഉൽപ്പാദനം കുറയാൻ ഇടയാക്കി. കാലവർഷം ദുർബലമായതോടെ ഹൈറേഞ്ചിലെ പല ഭാഗങ്ങളിലും പകൽ താപനില 20 ഡിഗ്രി സെൽഷ്യസ് വരെ കയറിയത് കർഷകരുടെ കണക്ക് കൂട്ടലുകൾ പാടെ തകിടം മറിച്ച അവസ്ഥയിലാണ്. കാർഡമം പ്ലാന്റേഴ്സ് മാർക്കറ്റിംഗ് സഹകരണ സൊസൈറ്റിയിൽ രാവിലെ നടന്ന ലേലത്തിൽ വാങ്ങലുകാരുടെ ശക്തമായ പിന്തുണ വിലക്കയറ്റത്തിന് ഊർജം പകർന്നു. മികച്ച ഇനങ്ങൾ കിലോ 3725 രൂപയിലും ശരാശരി ഇനങ്ങൾ 2889 രൂപയിലും ഇടപാടുകൾ നടന്നു. മൊത്തം 52,076 കിലോ ഏലയ്ക്ക ലേലത്തിന് എത്തിയതിൽ 50,198 കിലോയും കൈമാറ്റം നടന്നു. കൊപ്ര സംഭരണത്തിൽ നിന്നും വൻകിട മില്ലുകാർ അല്പം വിട്ടുനിന്നത് പച്ചത്തേങ്ങ സ്റ്റഡി നിലവാരത്തിൽ നീങ്ങാൻ ഇടയാക്കി. കോയമ്പത്തൂർ, പൊള്ളാച്ചി, പഴനി മേഖലകളിലെ വൻകിട തോട്ടങ്ങളിൽ തേങ്ങാ വിൽപ്പന നിയന്ത്രിച്ചു. കൊച്ചിയിലും കോഴിക്കോടും വെളിച്ചെണ്ണ, കൊപ്ര വിലകളിൽ മാറ്റമില്ലെങ്കിലും തൃശ്ശൂരിൽ നിരക്ക് ചെറിയ തോതിൽ ഉയർന്നു. റബ്ബർ ഉൽപ്പാദന രംഗത്തെ മാന്ദ്യം മൂലം മുഖ്യ വിപണികളിൽ ചരക്ക് വരവ് കുറഞ്ഞ അളവിലാണ്. വ്യവസായികൾ 4ാം ഗ്രേഡ് ഷീറ്റ് വില കിലോ 274 രൂപ വരെയും ഉയർത്തി. 5ാം ഗ്രേഡ് 269 രൂപയിൽ വിപണനം നടന്നു. ജപ്പാനിൽ റബ്ബർ അവധി വില കിലോ 421 എന്നിലാണ്. ബാങ്കോക്കിൽ ഷീറ്റ് വില കിലോ 276 രൂപ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായി ഉടനെ എത്താം. എല്ലാവർക്കും